24 ആതിരപ്പള്ളി പ്രാദേശിക ലേഖകൻ റൂബിൻ ലാലിനെ പോലീസ് കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ മർദ്ദിച്ചതിൽ പ്രതിഷേധം വ്യാപകം. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ വ്യാജ പരാതിയിലാണ് റൂബിൻ ലാലിനെ പോലീസ് അർദ്ധരാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത്. സ്റ്റേഷനിൽ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് നിർത്തിയെന്നും സിഐ ആൻഡ്രിക് ഗ്രോമിക് അസഭ്യവർഷം നടത്തിയെന്നും റൂബിൻ ലാൽ പറഞ്ഞു. മർദ്ദനം എന്നെ കഴുത്തി പിടിച്ച് ഞെക്കിയിരുന്നു. കുറെ നേരം കഴുത്തി പിടിച്ചു. ഇങ്ങനെ സി ഐ ആണ് ഉന്തിയത്. അതെ, അടിവസ്ത്രത്തിലാണ്. ഇത്രയും നേരം അടിവസ്ത്രത്തിലാണ്. ഷർട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്നെ വീട്ടിൽ നിന്ന് കയറ്റി കൊണ്ടുവന്നത്. എന്നെ മർദ്ദിച്ചിരുന്നു. വീട്ടിൽ നിന്ന് അസഭ്യം പറഞ്ഞിരുന്നു. തന്നെ ഒരുപാട് അസഭ്യം പറഞ്ഞു. എന്നെ കഴുത്തിന് പിടിച്ച് ഞെക്കി കൊല്ലും എന്ന് പറഞ്ഞു. സി ഐ ആണ് കൊല്ലും എന്ന് പറഞ്ഞേ. സി ഐ എന്നെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞേ. കേസിന്റെ അന്വേഷണ ചുമതലയിൽ നിന്ന് മധ്യമേഖലാ CCF-നെ മാറ്റി സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും DGP-ക്കും 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ പരാതി നൽകി. അതിരപ്പള്ളിയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ തുറന്നുകാട്ടിയതിലുള്ള പ്രതികാരമാണ് അറസ്റ്റെന്ന് കർഷക സംഘടന കിഫ പ്രതികരിച്ചു. റൂബിൻ ലാലിനെ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചു. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുകയാണ് അതിരപ്പള്ളിയിൽ നിന്ന്. ശ്രീകാന്ത്, ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ചാലക്കുടി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രിസ്റ്റീന ഇപ്പോൾ റൂബിൻ ലാലിനെ എത്തിച്ചിട്ടുണ്ട്. അതിരപ്പള്ളി പോലീസാണ് ഇവിടെ എത്തിച്ചത്. അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ റൂബിൻ ലാലിന്റെ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് എടുക്കും. പോലീസ് ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ 323 കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഇതിൽ 323 സ്റ്റേഷൻ ജാമ്യം കിട്ടേണ്ട വകുപ്പുകളാണ്. പക്ഷേ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ളത് നോൺ ബെയിലബിൾ ആണ്. പക്ഷേ അപ്പോഴും അവർക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു പോലീസിന്. കാരണം അറസ്റ്റ് രേഖപ്പെടുത്തി ഇതിൽ പ്രതിയുമാക്കി 41A പ്രകാരം നോട്ടീസ് കൊടുത്തൊക്കെ അവർക്ക് ഈ കേസിൽ നിന്നും ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി നിലവിൽ അവർ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ചാലക്കുടി 2 രണ്ടാം കോടതിയിലാണ് ഇപ്പോൾ ഹാജരാക്കിയത്. അല്പസമയത്തിനകം ഈ കേസ് പരിഗണനയ്ക്ക് എടുക്കുകയും ചെയ്യും. ജാമ്യം പരിഗണിക്കാൻ അല്പസമയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഇപ്പോൾ കോടതി മുറിക്കുള്ളിലേക്ക് റൂബിൻ ലാലിനെ എത്തിച്ചിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ കോടതി മുറിക്കുള്ളിലേക്ക് റൂബിൻ ലാലിനെ എത്തിക്കുകയും ചെയ്തു. അല്പസമയത്തിനകം ജാമ്യാപേക്ഷ പരിഗണിക്കും. ഇന്നലെയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായ സംഭവം നടക്കുന്നത്. അവിടെ ഒരു കാട്ടുപന്നി വാഹനമിടിച്ച് വീഴുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്താൻ റൂബിൻ ലാൽ അവിടെ എത്തുന്നു. തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അത് പകർത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഫോൺ പിടിച്ച് മാറ്റുകയും തള്ളുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ജാക്സൺ എന്ന ബീറ്റ് ഓഫീസറാണ് ഇതിന് ശ്രമിച്ചത്. പക്ഷേ ഉച്ചയോടുകൂടി ഇത് പ്ലേറ്റ് മറിയുകയാണ്, നേരെ തിരിയുകയാണ്. ഈ ജാക്സൺ പറയുന്നു തന്നെയാണ് ഉപദ്രവിക്കാൻ ശ്രമിച്ചത്, തന്നെയാണ് ആക്രമിക്കാൻ ശ്രമിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടി കേസ് നൽകുന്നു. റൂബിൻ ലാലും തൊട്ടു പിന്നാലെ ഈ കേസ് നൽകുന്നു. രാത്രി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്റ്റേഷനിലെത്തി റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധപൂർവ്വം ആവശ്യപ്പെടുന്നു. തിരുവനന്തപുരത്ത് വനം വകുപ്പ് ആസ്ഥാനത്തു നിന്നും റൂറൽ എസ് പിക്ക്, തൃശ്ശൂർ റൂറൽ എസ് പിക്ക് ഈ ആവശ്യം വരികയും ചെയ്യുന്നു. ഒരു കോള് വരുന്നു. തുടർന്ന് റൂറൽ എസ് പി ആക്ഷൻ എടുക്കാൻ നിർദ്ദേശപ്രകാരം അതിരപ്പള്ളി CI നടപടിയെടുത്തു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അറിഞ്ഞില്ല എന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വാദം കഴമ്പില്ല. അവരറിഞ്ഞതാണ് എന്ന് നമുക്ക് വിവരം കിട്ടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം കൂടി, കേരള ഇൻഡിപെൻഡന്റ് ഫാമേഴ്സ് അസോസിയേഷൻ അടക്കം പറയുന്നത് ഇതിന്റെ പിന്നിൽ ഒരു പ്രതികാര ഫ്ലാഷ് ബാക്ക് ഉണ്ടെന്നാണല്ലോ. നമ്മൾ ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോഴും ഈ നടപടികളൊക്കെ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്ന അങ്ങനെ ഒരു കൊടും കുറ്റവാളിയെ പിടിച്ചിറക്കി കൊണ്ടുപോകുന്നത് പോലെ അർദ്ധരാത്രിയിൽ കൊണ്ടുപോകുന്നു, പരമാവധി മാനം കെടുത്തുന്നു. ഇപ്പൊ റൂബിൻ ലാൽ തന്നെ കോടതിയിലേക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലൊരു പ്രതികാര ഇതിന്റെ പിന്നിലില്ലേ? ഇനിയുള്ള പോലീസിന്റെ നീക്കങ്ങൾ ഏത് തരത്തിലായിരിക്കും? ഈ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന പേരിൽ പാതിരാത്രി വീട്ടിൽ കയറി കൊടും കുറ്റവാളിയെ പോലെ ഈ രീതിയിൽ പിടിച്ചുകൊണ്ടുപോയി വീട്ടുകാരെ അറിയിക്കാതെ, അറസ്റ്റ് മെമ്മോ നൽകാതെ, ഇൻറ്റിമേഷൻ നൽകാതെ, അഭിഭാഷകനെ വിളിക്കാൻ അനുവദിക്കാതെ, വെള്ളം പോലും നൽകാതെ, ഭക്ഷണം നൽകാതെ, അടിവസ്ത്രം മാത്രം ഇടിയിച്ച് സ്റ്റേഷനിൽ നിർത്തിയ കേരളത്തിലെ ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സംഭവമായിരിക്കും ഈ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നടന്നത് എന്ന് പറയാതിരിക്കാനാകില്ല. അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് റൂബിൻ ലാലിനോട് തീരാത്ത പകയുണ്ട് എന്നുള്ള കാര്യം പരസ്യമായ രഹസ്യമാണ്. അവിടെ നിരവധി ആളുകൾ അവിടെ വന്ന് നമ്മളോട് ഇക്കാര്യം സംസാരിച്ചതുമാണ്. അവർ പറയുന്നത് റൂബിൻ ലാൽ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്ന എല്ലാ കൊള്ളരുതായ്മകളും വീഴ്ചകളും പുറത്തു കൊണ്ടുവരാറുണ്ട്. വിവരാവകാശ നിയമപ്രകാരം ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ അഴിമതി വീഴ്ചകൾ അത് നാടിനെ അറിയിക്കാറുണ്ട്, മാധ്യമങ്ങൾക്ക് നൽകാറുണ്ട്.
ഇത് അവരെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പല തവണ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭീഷണിക്ക് റൂബിൻ ലാൽ ഇരയാവുകയും ചെയ്തു. കണ്ടോളാം നിന്നെ എന്ന രീതിയിലും ഇപ്പോൾ ഭീഷണിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വാർത്ത കേസ് എടുത്തു എന്നുള്ളതാണ്. റൂബിൻ ലാലിന്റെ കേസ് കോടതി എടുത്തിരിക്കുന്നു. കേസിൽ ഇപ്പോൾ വാദം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. ക്രിസ്റ്റീന. എസ് ശ്രീകാന്താണ് അതിരപ്പള്ളിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. റൂബിൻ ലാലിനെ ഇപ്പോൾ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചു. കേസെടുത്തു. കേസിൽ വാദം തുടരുകയാണ്. ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അല്പസമയത്തിനകം നമുക്ക് വിശദാംശങ്ങൾ ലഭിക്കുന്നതാണ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.